ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു സൂരജിനുള്ള പൊതിച്ചോറുമായി ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ മീനുവിനെ അത് കൊടുക്കാനോ സൂരജിനെ കാണാനോ അനുവദിക്കത്തില്ല. SI മീനുവിനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. മീനുവിനോട് അവിടുന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടും. അയാൾ അകത്തേക്ക് പോകുമ്പോൾ മീനു സങ്കടത്തോടെ മുറ്റത്ത് തന്നെ നിൽക്കും. ആ സമയമാണ് നിരുപമ അങ്ങോട്ട് വരുന്നത്. മീനുവിൻ്റെ അവസ്ഥ കാണുമ്പോൾ നിരുപമയ്ക്ക് നല്ല സന്തോഷമാവും. മീനുവിൻ്റെ അടുത്ത് നിന്ന് നിരുപമ പറയും, ഞാൻ വന്ന സമയം എന്തുകൊണ്ട് നന്നായി, എന്നെ എൻ്റെ അമ്മയെ ദ്രോഹിക്കാൻ നോക്കിയവളാ നീ. നിനക്ക് ഇപ്പൊ നല്ലൊരു ശിക്ഷ തന്നെയാ കിട്ടിയേക്കുന്നത്. നീ പറഞ്ഞിട്ടല്ലേ സൂരജ് ഞങ്ങളുടെ സ്ഥാപനം പൂട്ടിച്ചത്. എന്നിട്ടിപ്പോ അവന്റെ അവസ്ഥ എന്തായി? എന്തൊക്കെയായിരുന്നു? സത്യസന്ധനാണ്, കൈക്കൂലി വാങ്ങില്ല, എന്നിട്ട് അവൻ കാരണമല്ലേ ഇപ്പൊ ഒരു കുട്ടി മരിച്ചത്. എത്ര കുട്ടികളാ ആശുപത്രിയിൽ കിടക്കുന്നത്. അവനെ കണ്ട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നിരുപമ ഓരോന്നും പറയുമ്പോൾ മീനു പറയും, നിർത്തടി, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. സൂരജ് സാറിന്റെ ഈ അറസ്റ്റിന് പിന്നിൽ നിങ്ങളാണ്. നിങ്ങൾക്ക് ഒത്താശ ചെയ്ത് പോലീസുകാരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം വിചാരിച്ചോ, നീയോ അകത്തിരിക്കുന്ന അവളോ വിചാരിച്ചാലൊന്നും സൂരജ് സാറിനെ ജയിലിൽ കിടത്താൻ പറ്റില്ല. ഞാൻ സൂരജ് സാറിനെ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് മീനു അവിടുന്ന് പോകും. നിരുപമയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ല, നിരുപമ ഇപ്പം പറഞ്ഞല്ലോ മീനു അവളുടെ അമ്മയെ ദ്രോഹിച്ചു, അവരുടെ ശിവപൂർണ്ണ പൂട്ടിച്ചു എന്നൊക്കെ. നിരുപമ മറന്നുപോയതാണോ? നിരുപമയാണ് സൂരജിനെ ഫോൺ ചെയ്ത് ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് റെയ്ഡ് ചെയ്യിച്ചെന്നുള്ള കാര്യം. സുകുമാരനും സുമതിയും കൂടി മീനുവിൻ്റെയും സൂരജിൻ്റെയും കല്യാണം നടത്താൻ തീരുമാനിച്ച ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലും. മാനേജറിനെ കണ്ട് ഈ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യിക്കാൻ വേണ്ടി അവർ പോകുന്നത്. മാനേജറിനോട് പറയുന്നുണ്ട്, അടുത്ത ഞായറാഴ്ച ഇവിടെ ഒരു കല്യാണം ഇല്ലേ, ആ കല്യാണം നടക്കില്ല, ആ ബുക്കിംഗ് ഒന്ന് ക്യാൻസൽ ചെയ്യണം. മാനേജർ പറയും, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയിട്ട് പറയും, സൂരജിൻ്റെ മീനുവിൻ്റെയും കല്യാണം അല്ലേ? അവർ പറയും, അതെ, അതിൽ ഈ സൂരജാണ് ഇപ്പം മുങ്ങിയേക്കുന്നത്. സൂരജിൻ്റെ അമ്മാവനും അമ്മായിയാണ് ഞങ്ങൾ, അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല. മാനേജർ പറയും, അത് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ, മീനുവിനെ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാ. ഇവിടെ നടന്ന എത്രയോ കല്യാണങ്ങളുടെ കേറ്ററിങ് മീനു ആയിരുന്നു. അതുകൊണ്ട് മീനുവിനെ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ ചെയ്യാൻ ശ്രമിക്കും. സുകുമാരനും സുമതിയും ആകെ പെട്ടൊരവസ്ഥയിലാവും. സുകുമാരൻ പറയുന്നുണ്ട്, ഫോൺ ചെയ്യണ്ട, അതങ്ങ് കട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അവരുടെ ഭാഗം പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മാനേജറിന് മനസ്സിലാവും ഇവർ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ വന്നേക്കുന്നതാണ്. അയാൾ പറയുന്നുണ്ട്, ഈ മീനുവിൻ്റെ അമ്മ പാർവതിയാ ഇത് ബുക്ക് ചെയ്തേക്കുന്നത്. അവർ പറയാതെ ഈ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യില്ല, ഓരോരുത്തർ ഇറങ്ങിക്കോളും കല്യാണം മുടക്കാൻ വേണ്ടി, വേഗം ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞ് അവരെ അവിടുന്ന് പറഞ്ഞയക്കും. നിരാശയോടെയാണ് അവരവിടുന്ന് മടങ്ങുന്നത്. ഇനി കല്യാണം മുടക്കാൻ വേറെ ഏതെങ്കിലും വഴി നോക്കാമെന്നും പറഞ്ഞ്. ഇപ്പം സുകുമാരൻ ഇവിടെ പറഞ്ഞത് അടുത്ത ഞായറാഴ്ച എന്ന കല്യാണം, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് മറ്റന്നാൾ കല്യാണം എന്ന രീതിയിലാണ്. അമ്മാമ്മ ആകെ സങ്കടപ്പെട്ട് ഒന്നും കഴിക്കാതെയും കുടിക്കാതെ ഇരിക്കുകയാണ്. മീനു അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ചിന്താമണി സുമതി എല്ലാം അടുത്ത് തന്നെയുണ്ട്. മീനു പറയുന്നുണ്ട്, അമ്മാമ്മ ഒന്നും കുടിക്കാതെ ഇരിക്കല്ലേ, എന്തേലും കുടിക്കുന്നൊക്കെ. അമ്മാമ്മ പറയും, എൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വെള്ളം കുടിക്കുകയെന്ന്. ചിന്താമണിയോട് മീനു ആവശ്യപ്പെടുന്നുണ്ട് അമ്മാമ്മയ്ക്ക് കുടിക്കാൻ എന്തേലും എടുത്തുകൊണ്ട് വരാൻ. ചിന്താമണി കുടിക്കാനുള്ളത് കൊണ്ടേ കൊടുക്കും. മീനു പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ശാരികയാണ് സൂരജ് സാറിൻ്റെ കാര്യം നോക്കുന്നത്. ഞാൻ ഇന്നും ശാരികയെ വിളിച്ചിരുന്നു, ശാരിക എല്ലാ കാര്യവും ഏറ്റിട്ടുണ്ട്, അമ്മാമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നൊക്കെ. സുമതി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, കല്യാണത്തിനെക്കുറിച്ച് എന്താ അമ്മയുടെ തീരുമാനം? ആ ദിവസം കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സുമതി പറയും, നീ വെറുതെ കരുനാക്കെടുത്ത് വളയ്ക്കണ്ട. ചിന്താമണി പറയും, അല്ല അമ്മാമ്മേ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. അന്നേരം അമ്മാമ്മ സുമതിയോടും ചിന്താമണിയോടും ദേഷ്യപ്പെടും. എന്തൊക്കെ സംഭവിച്ചാലും ജോത്സ്യം കുറിപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ സൂരജ് മീനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടും. ഇനി മുഹൂർത്ത സമയത്ത് അവൻ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലും ഞാൻ ഇവളെ അവിടെ കൊണ്ടുപോയി സൂരജിൻ്റെ കൈകൊണ്ട് മീനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കും. ആ സമയം സുകുമാരൻ വന്ന് പറയും, ഒരു വാർത്ത കേട്ടു, ശരിയാണോന്നറിയില്ല, തെളിവെടുപ്പിനായി സൂരജിനെയും കൊണ്ട് പോലീസ് ദൂരെ എവിടേക്കോ പോവാന്ന്. മീനു ചോദിക്കും, ഇതൊക്കെ സുഖങ്ങളോട് ആരാ പറഞ്ഞത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്കും ചില്ലറ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ, ആ വഴിക്ക് അറിഞ്ഞതാ. സുമതി പറയും, പോലീസുകാർ സൂരജിനെ ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടുപോയ അമ്മയുടെ പ്ലാനുകളെല്ലാം അവതാളത്തിലാവൂലോ, എങ്ങനെ സൂരജിനെ കൊണ്ട് മീനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കും? അമ്മാമ്മയ്ക്ക് ആകെ സങ്കടമാവും. മോളെ മീനു, എനിക്കൊന്ന് കടക്കണം, നീ എന്നെ ഒന്ന് മുറി കൊണ്ടേ കടത്തുമെന്ന് ചോദിക്കും. മീനു അമ്മാമ്മയായി മുറിയിലേക്ക് പോകും. അമ്മാമ്മ മീനുവിനോട് പറയുന്നുണ്ട്, സുകുമാരൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? മീനു പറയും, അങ്കിളിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതല്ലേ അമ്മാമ്മേ, അമ്മാമ്മ ടെൻഷൻ ആവണ്ട. അമ്മമ്മ പറയും, അതല്ല മോളെ, വാ പോലെ പോയ കോടാലിയാണെങ്കിലും അവൻ അങ്ങനെ ഉറപ്പ് പറയുമ്പം എനിക്കെന്തോ ആകെ പേടിയാവുന്നു. മീനു പറയുന്നുണ്ട്, അമ്മമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാൻ ഇതിനെപ്പറ്റി തിരക്കാമെന്നും പറഞ്ഞ് ശാരികയെ ഫോൺ ചെയ്യും. ശാരിക പറയും, ആ മീനു ബെയിലിൻ്റെ കാര്യമല്ലേ, ഞാനത് നോക്കുന്നുണ്ട്. മീനു പറയും, അതല്ല ശാരികയെ, സൂരജ് സാറിനെ തെളിവെടുപ്പിനായി ദൂരെ എവിടേക്കോ കൊണ്ടുപോകാമെന്ന് ഒരു വാർത്ത കേട്ടു, അത് ശരിയാണോ എന്നറിയാനാ. എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പം മീനു പറയും, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്നൊന്നും അല്ല, പക്ഷെ കേട്ടപ്പം അതിനെക്കുറിച്ചൊന്ന് അറിയണമെന്ന് കരുതി. ശാരിക പറയും, എന്നാ കേട്ട കാര്യം സത്യവാ, തെളിവെടുപ്പെന്നും പറഞ്ഞ് കോഴിക്കോട് കൊണ്ടുപോകാനാ പോലീസിൻ്റെ ശ്രമം.
അതിൻ്റെ പിന്നിലെ ഉദ്ദേശം വ്യക്തമാണ് ശാരിക. എങ്ങനെ ഈ കല്യാണം നടത്താതിരിക്കണം അത് ശാരികയ്ക്കും മനസ്സിലാവും. ശാരിക പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കരുതെന്ന് ആരോ അതിശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. അതാരാണേലും ഇതിൻ്റെ എല്ലാം പിന്നിൽ അവരാന്നുള്ള കാര്യം 100% ഉറപ്പാ. നാളെ സൂരജ് ഒരു കാരണവശാലും മണ്ഡപത്തിൽ എത്താതിരിക്കുക, അതാണ് പോലീസിന്റെ ഈ കളിയുടെ ഉദ്ദേശം. അപ്പം നാളെ തന്നെയാണ് കല്യാണം എന്നുള്ള കാര്യം ഉറപ്പായി. ശാരിക അങ്ങനെയാണല്ലോ പറയുന്നത്. മീനു ചോദിക്കുന്നുണ്ട്, അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ശാരിക പറയും, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മീനുവിനെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ, ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നാളെ കോർട്ട് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ അടിയന്തരമായി ഒരു ബെയിൽ പെറ്റീഷൻ ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. 12 മണിക്കല്ലേ മുഹൂർത്തം, നമുക്ക് പരമാവധി ശ്രമിക്കാം, താൻ പ്രാർത്ഥിക്ക്. ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അമ്മമ്മ ചോദിക്കും, എന്താ മോളെ പറഞ്ഞത്, നാളെ അവനെ വിടില്ലേ? നേരല്ലാത്ത ഒരു കാര്യം പോലും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല, എന്നിട്ടും അവനെ സഹായിക്കാൻ ഒരാൾ പോലും ഇല്ലാതായി പോയല്ലോ. മീനു ചോദിക്കും, സൂരജ് സാറിന് ആരും ഇല്ലാന്ന് അമ്മമ്മയോട് ആരാ പറഞ്ഞത്? ഞാനില്ലേ സാറിന്? ഈ പരീക്ഷണവും നമ്മൾ കടക്കും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മമ്മ വിഷമിക്കാതെ. മോളെ, എനിക്ക് അവനെ ഒന്ന് കാണണം, എന്നെ ഒന്ന് കൊണ്ടുപോയി അവനെ കാണിക്കാൻ മോക്ക് പറ്റുമോ? മീനു അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അവളും ആലോചനയിലാണ്. ഇന്ദ്രജയുടെ വീട്ടില് നിരുപമ എത്തി അവളോട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ എന്തായി? കല്യാണ ദിവസം പന്തലിൽ സൂരജ് എത്തുവോ? ഇന്ദ്രജ പറയും, അതിന് ഒരു സാധ്യതയും കാണുന്നില്ല, സൂരജിനെ ഒരു കുടുക്കിട്ട് ഞാൻ പൂട്ടിയിട്ടുണ്ട്. എന്തു കുരുക്കാന്ന് നിരുപമ ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയും, മുഹൂർത്ത സമയത്ത് താലി കെട്ടാൻ സൂരജ് അവിടെ എത്താതിരുന്നാ പോരെ, അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. മീനുവും ആ ശാരിക വക്കീലും കൂടി ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന വരൻ കല്യാണ മണ്ഡപത്തിൽ എത്തുമെന്നും വിചാരിച്ച് ഈ കല്യാണമായി മീനു മുന്നോട്ട് പോവുമോ? എനിക്ക് തോന്നുന്നില്ല. കതിർമണ്ഡപത്തിൽ സൂരജ് എത്തില്ല എന്ന് വീട്ടുകാർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരും ഇതിന് കൂട്ടു നിൽക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു നല്ല ഉറപ്പില്ലെങ്കിൽ അവരെല്ലാരും കൂടി ഇങ്ങനൊരു കളിക്ക് തയ്യാറാവില്ല. നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് അവര് സൂരജിനെ റിലീസ് ചെയ്യുമോന്നാ എന്റെ പേടി. ഇന്ദ്രജ പറയും, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാ. അധികം ആത്മവിശ്വാസം വേണ്ട ഇന്ദ്രജ. ആ അഡ്വക്കേറ്റ് ശാരിക ചില്ലറക്കാരിയല്ല. സൂരജിനെ പുറത്തിറക്കാൻ എന്ത് കളി വേണേലും അവള് കളിക്കും. ഇന്ദ്രജ പറയും, നിരുപമയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു മറുതന്ത്രം നമുക്ക് പ്ലാൻ ചെയ്യണം. മറുതന്ത്രോ? അതെന്താന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയും, കല്യാണ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്ന ആ വീട്ടിലേക്ക് ദൂതുമായി നമ്മൾ ഒരാളെ വിടുന്നു. നിരുപമ ചോദിക്കും, ആരെ വിടുന്ന കാര്യ ഇന്ദ്രജ പറയുന്നത്? നമ്മുടെ ദൂതുമായി. മീനുവിനെ കാണാൻ പോവേണ്ടത് ആരാന്ന് ഞാൻ പറയാന്നും പറഞ്ഞ് ഇന്ദ്രജ ചിരിക്കുന്നുണ്ട്. സൂരജ് സെല്ലിനകത്ത് കിടക്കുകയാണ്. ഒരു പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട്, സാറേ, സാർ ഒന്നും കഴിച്ചില്ലല്ലോ, ഒരു പൊതിച്ചോറ് വാങ്ങിയിട്ടുണ്ട്, സാർ ഇത് കഴിക്ക്. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ലാന്ന് സൂരജ് പറയുമ്പോഴത്തേക്കും അയാൾ പറയും, ടെൻഷൻ കൊണ്ടാ വിശപ്പില്ലാത്തത്, സാർ ഇത് കഴിക്കണം. അതും പറഞ്ഞ് അഴിക്കുള്ളിലൂടെ അയാൾ പൊതിച്ചോറ് അകത്തേക്ക് വെക്കും. എന്നിട്ട് സൂരജിനോട് പതിയെ പറയും, സാറിന്റെ വക്കീല് ശാരിക മാഡം എൻ്റെ ഫ്രണ്ടാ, ഇവിടെ സാറിനെതിരെ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട്. എന്ത് ഗൂഢാലോചന എന്ന് സൂരജ് ചോദിക്കുമ്പോൾ അയാൾ പറയും, സാറിന്റെ കല്യാണം നടത്താതിരിക്കാൻ പുറത്തുനിന്ന് കുറച്ച് ടീമുകൾ ശ്രമിക്കുന്നുണ്ട്, അതിന് CI മാഡത്തിന്റെ ഒത്താശയുണ്ട്. കല്യാണ ദിവസം സാറ് പുറത്തിറങ്ങാതിരിക്കാൻ സാറിനെ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അതെന്തിനാന്ന് സൂരജ് ഒരു അമ്പരപ്പോടെ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാറേ, എന്താണെങ്കിലും സാർ ഒന്ന് സൂക്ഷിക്കണം എന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. സൂരജ് ഒരാലോചനയോടെ ഇരിക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആ പൊതിച്ചോറ് മീനു കൊടുത്തു വിട്ടതായിരിക്കണം. ശാരിക പറയുന്നുണ്ടല്ലോ ഇതിന്റെ പിന്നില് കാര്യമായ ആരുടെയോ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നൊക്കെ. അന്നേരം പോലും മീനു എന്തുകൊണ്ട് ഇന്ദ്രജയുടെ പേര് ശാരികയോട് പറയുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇന്ദ്രജയെക്കുറിച്ച് മീനുവിനൊന്ന് സൂചിപ്പിക്കാം. ഇപ്പം നിരുപമയും പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോൾ മീനുവിന് എന്താണെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഇന്ദ്രജയുടെ കാര്യം സൂചിപ്പിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായല്ലോ. സത്യം പറഞ്ഞാൽ കല്യാണം ഏത് ദിവസമാണെന്ന് മനസ്സിലാകുന്നില്ല. സുകുമാരൻ പറയുന്നത് അടുത്ത ഞായറാഴ്ചയെന്നും ശാരിക പറയുന്നത് നാളെയെന്നും. വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.